ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കേലിയോൻ മിനിസ്ട്രീസ് കൊട്ടാരക്കരയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നതായ ലൈവ് മ്യൂസിക് പ്രോഗ്രാം 15ാമത് എപ്പിസോഡ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 14 എപ്പിസോഡുകളും വളരെ അനുഗ്രഹപ്രദമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അനേക ദൈവദാസന്മാരും ഗായകരും ഇവിടെ വരുവാനും ഫേസ്ബുക്ക് പേജിലൂടെ ഗാനങ്ങൾ ആലപിക്കുന്നതിനും സന്ദേശങ്ങൾ അറിയിക്കുന്നതിനും ഇടയായിത്തീർന്നു. അനേകർക്ക് ആ ശുശ്രൂഷ പ്രയോജനമായി തീർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇവാങ്കേലിയോൻ മിനിസ്ട്രീസ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർച്ചയായി നടന്നു വരുന്ന ഈ പ്രോഗ്രാം ചില പ്രത്യേക കാരണങ്ങളാൽ കഴിഞ്ഞ ആഴ്ചയിൽ നടക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഇന്ന് ആ ശുശ്രൂഷ തുടരുവാൻ കർത്താവ് സഹായിച്ചതിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ ഗാനങ്ങളുടെ പശ്ചാത്തലം പറയുകയും ലഘു സന്ദേശം അറിയിക്കുകയും ജീവനായി പ്രത്യേക അതിഥിയായി എത്തിയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സുശേഷൻ സാംസക്രിയ കൊട്ടാരക്കര അവരുകളെ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്നതിനായി കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന സഹോദരൻ ഷാജു ചണ്ണപ്പേട്ട അവരുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആൻസി ചെമ്പക്കാട് ഗാനങ്ങൾ ആലപിക്കാനായി എത്തിയിട്ടുണ്ട്. പ്രിയമകളെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കീബോർഡ് പ്ലേ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയമാൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. അതുപോലെ വീഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത് സഹോദരൻ സുനിൽ കൊട്ടാരക്കരയാണ്. ഈ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ഇതിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ വന്നു ചേരുവാൻ ദുഃഖണം കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ ശുശ്രൂഷ മുഖാന്തരമായി ചിലരുടെ ഹൃദയങ്ങളിൽ ആശ്വാസം പ്രാപിക്കുവാൻ, ചില കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ചില കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യം പ്രാപിച്ച് വിശ്വാസം നിലനിൽപ്പാൻ ഒക്കെ ഇടയാക്കുമാറാണമെന്ന് വിശേഷം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഏതുമില്ല എന്ന് സമ്മതിക്കുന്നു. അവിടുന്ന് വലിയവനും ഉന്നതനുമായിരിക്കാൻ സ്തോത്രം. ആ കൃപാത്തിൽ അടികളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ആത്മാവിന്റെ നിറവിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ തുക്കണം അടികളെ അവിടെ സഹായിക്കണമെന്ന് വിശേഷം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് കൃപകൾ നിറച്ചാട്ടെ. എല്ലാ മഹത്വവും മാനവും കർത്താവിന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവിന്റെ ദാസൻ സാംസക്രിയ അവരിൽ നിയന്ത്രിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ പ്രത്യേകം ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നിലയിൽ ഒരു ആത്മീക ശുശ്രൂഷ നിർവഹിക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഷാജു ചണ്ണപ്പേട്ട ഇന്ന് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നും യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ ഇന്നും ഗാന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ അതിധന്യ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരൻ മനോഹരമായ ഗാനങ്ങൾ നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ്. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തദാസൻ ഇറ്റിക്കൽ കുഞ്ഞുമോൻ, അദ്ദേഹവും സ്വന്തമായി പാട്ടുകൾ എഴുതുകയും മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുവാൻ കഴിവുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനും ചില ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. പ്രിയ മകൾ ആൻസി തേമ്പക്കാട്ട് മനോഹരമായി ഗാനങ്ങൾ പാടുവാനുള്ള കഴിവ് പ്രിയ മകൾക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. ഈ 3 പേരിൽ നിന്നും നമുക്ക്
അനുഗ്രഹീതമായ ഗാനങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ആദിയോടന്തം ദൈവ സാന്നിധ്യം വ്യാപരിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കേണ്ടതിനായും എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ സഹകരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹിതർക്കും പ്രിയപ്പെട്ടവർക്കും ഈ ശുശ്രൂഷയുടെ കാര്യം അവരെ അറിയിക്കുകയും അവരും ഫേസ്ബുക്ക് പേജിലൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കുവാനും ഗാനങ്ങൾ കേൾക്കുവാനും ഇടയായി തീരട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദ്യ ഗാനം പ്രിയ സഹോദരൻ ഷാജു ചണ്ണപ്പേട്ടയാണ് പാടുന്നത്. നമുക്ക് നമ്മുടെ കർത്താവിനെ ഏത് സന്ദർഭത്തിലും മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും, ആരാധിക്കുവാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ കർത്താവിൻ്റെ നാമം പോലെ ഉന്നതമായ നാമം വേറെ ഒന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാ നാവും പാടി വാഴ്ത്തുന്ന, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമായ ശ്രേഷ്ഠമായ നാമത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ മനോഹരമായ ഗാനമാണ് പ്രാരംഭമായി നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഈ കർത്താവിൻ്റെ നാമത്തിൻ്റെ മാധുര്യം നാം ഈ പാട്ടിലൂടെ ഗ്രഹിച്ചറിയുമ്പോൾ, രുചിച്ചറിയുമ്പോൾ നമുക്കും നമ്മുടെ കർത്താവിൻ്റെ പാദത്തിൽ വീഴുവാനും കർത്താവിനെ നമസ്കരിക്കുവാനും കഴിയും, ആരാധിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവ് ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ഒരു ഭക്തനായ കവി ഇപ്രകാരം പാടിയിട്ടുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ എം ഇ ചെറിയൻ സാറ്, ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ എന്നുള്ള മനോഹരമായ ഗാനം കേൾക്കാത്തവരില്ല, പാടാത്തവരില്ല. നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തിപ്പാടുന്ന എല്ലാ നാവും പാടി വാഴ്ത്തും. ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചിടുന്നു എന്നുള്ള ആ മനോഹരമായ ഗാനം നമുക്കിപ്പോൾ പ്രിയ സഹോദരൻ ഷാജുവിൽ നിന്നും ശ്രവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹ
അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. നമുക്ക് മനോഹരമായൊരു ഗാനം ശ്രദ്ധിക്കുവാനുള്ള സാവകാശം ലഭിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യാശയേറിടുന്ന നാഥ എന്ന മനോഹരമായൊരു ഗാനമാണ്. തുടർന്ന് പ്രിയ സഹോദരൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മീയ ഗീതങ്ങൾ എന്ന ഗാനത്തിൽ പുസ്തകത്തിൽ 1589 ഗാനമായി ചേർത്തിരിക്കുന്ന ഒരു ഗാനമാണിത്. ഒരു പ്രത്യാശാ ഗാനം. ഈ ഗാനം എഴുതിയതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ ബ്ലഡ് ക്യാൻസർ ബാധിച്ച് തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലായിരുന്നപ്പോൾ ആ മകൻ്റെ പിതാവ് തൻ്റെ മനസ്സിലുള്ള വേദനയിലും അതേസമയം മരണാസന്നനായ ആ മകൻ്റെ പ്രത്യാശയെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എഴുതിയ ഒരു ഗാനമാണ്. 14-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയ മകൻ ചേർക്കപ്പെട്ടു. എങ്കിലും കർത്താവിൽ പ്രത്യാശയോടുകൂടെ ഇന്നും ആ പിതാവ് കർത്തൃവേലയിലായിരിക്കുന്നു. അത് ഞാൻ തന്നെയാണ്. 14-ാമത്തെ വയസ്സിൽ മൂത്ത മകൻ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടുവെങ്കിലും അനുഗ്രഹീതമായ പ്രത്യാശ ദൈവം ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ മാത്രം ശേഷിക്കുന്നതല്ലല്ലോ. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെ നങ്കൂരമാണ്. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ടതുമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് യേശു ക്രിസ്തുവിൽ പ്രത്യാശയോടുകൂടി ഈ ലോകം വിട്ട് കടന്നു പോകുന്ന ദൈവഭക്തന്മാർക്കും കർത്താവിനോടൊപ്പം നിത്യകാലം വാഴുവാൻ കഴിയും എന്നുള്ള ഉറപ്പ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുകയാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ അതേ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതെ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ പ്രത്യാശ വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസം കൂടാതെ ഒരുപക്ഷെ ശൈശവപ്രായത്തിലോ മധ്യപ്രായത്തിലോ വാർദ്ധക്യത്തിലോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നാലും കർത്താവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് കർത്താവിനോടുകൂടെ നിത്യം വസിക്കുവാൻ കഴിയുമെന്നുള്ള ആ പ്രത്യാശയുടെ ഉറപ്പ് നൽകിയ നമ്മുടെ കർത്താവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കർത്താവ് താമസമിനാ വരും. തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവൻ്റെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. നാം ഇപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീനുള്ള ആ അനുഗ്രഹീത വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശ നമ്മിൽ ഉണർത്തുവാൻ കഴിയുന്ന ഈ ഗാനം ദയവായി ശ്രദ്ധിച്ചാലും കർത്തദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ ഈ ഗാനം ആലപിക്കുന്നതാണ്. Praise the Lord.
പ്രത്യാശയേറിടുന്നെൻ നാഥ നിൻ കൂടെ വാണിടുവാ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാക്കല തുന്നി കേൾപ്പാനാ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാക്കല തുന്നി കേൾപ്പാനാ കാലങ്ങളേറെയായി കഷ്ടങ്ങളേറിടുന്നേ കാന്ത നിൻ വരവിനി താമസമോ കാലങ്ങളേറെയായി കഷ്ടങ്ങളേറിടുന്നേ കാന്ത നിൻ വരവിനി താമസമോ കാത്തു കാത്തിരിക്കുന്നേ ഞാൻ എൻ്റെ കാന്തനോടൊത്തു വാഴുവാൻ കാത്തു കാത്തിരിക്കുന്നേ ഞാൻ എൻ്റെ കാന്തനോടൊത്തു വാഴുവാൻ പ്രത്യാശയേറിടുന്നെൻ നാഥ നിൻ കൂടെ വാണിടുവാ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാക്കല തുന്നി കേൾപ്പാനാ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാക്കല തുന്നി കേൾപ്പാനാ വീടൊന്നൊരുക്കി വേഗം വന്നിടാമെന്ന നല്ല വാഗ്ദത്തം നൽകി വാനിൽ പോയവനെ വീടൊന്നൊരുക്കി വേഗം വന്നിടാമെന്ന നല്ല വാഗ്ദത്തം നൽകി വാനിൽ പോയവനെ വാഞ്ചിച്ചു പാർത്തിടുന്നേ ഞാൻ നിത്യ വിശ്രമ വീട്ടിലെത്തുവാൻ വാഞ്ചിച്ചു പാർത്തിടുന്നേ ഞാൻ നിത്യ വിശ്രമ വീട്ടിലെത്തുവാൻ പ്രത്യാശയേറിടുന്നെൻ നാഥ നിൻ കൂടെ വാണിടുവാ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാക്കല തുന്നി കേൾപ്പാനാ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാക്കല തുന്നി കേൾപ്പാനാ ആണിയാൽ തുളച്ചതാം പാണികൾ നീട്ടി എന്നെ ആശ്ലേഷിച്ചിടും നല്ല നാളടുത്തു ആണിയാൽ തുളച്ചതാം പാണികൾ നീട്ടി എന്നെ ആശ്ലേഷിച്ചിടും നല്ല നാളടുത്തു ആനന്ദിച്ചാർത്തിടുന്നു നാഥ നിൻ പൊന്മുഖം കണ്ടിടുവാൻ ആനന്ദിച്ചാർത്തിടുന്നു നാഥ നിൻ പൊന്മുഖം കണ്ടിടുവാൻ പ്രത്യാശയേറിടുന്നെൻ നാഥ
നാഥ നിൻ കൂടെ വാണിടുവാൻ പ്രത്യാശയേറിടുന്നെൻ നാഥ നിൻ കൂടെ വാണിടുവാൻ കാതോർത്തിരിക്കുന്നെന്നും നാഥ കാഹളധ്വനി കേൾപ്പാനായി കാതോർത്തിരിക്കുന്നെന്നും നാഥ കാഹളധ്വനി കേൾപ്പാനായി. ഈ പ്രത്യാശാഗാനം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമായി തീരട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ ഈ ഗാനം ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ഗാനം, എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല സഖിയെ ആഗ്രഹിക്കാത്തവരാരുമില്ല. ഒരു നല്ല കൂട്ടുകാരൻ. ആരാണ് നമ്മുടെ നല്ല സ്നേഹിതൻ? ആരാണ് നമ്മുടെ നല്ല സഖി? ഈ ലോകത്തിൽ മനുഷ്യർ നമ്മുടെ നല്ല സഖികളാണ് എന്ന് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപക്ഷേ നാം ഏറ്റവും നല്ല സ്നേഹിതർ എന്ന് വിചാരിക്കുന്നവർ പോലും ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നമ്മെ പകയ്ക്കുന്നവരായി, ഒറ്റുകൊടുക്കുന്നവരായി, വെറുക്കുന്നവരായി തീർന്നിട്ടുണ്ട്. അത് ലോകത്തിൽ അനേകർക്ക് അനുഭവമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ സ്നേഹിതരെല്ലാം മാറിപ്പോകുന്ന സ്നേഹിതരാണ്. ആർക്കും സ്ഥിരമായി ഒരു സ്നേഹം നൽകുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ ശാശ്വതമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ആപത്തിലും രോഗത്തിലും നമ്മുടെ പ്രയാസവേളകളിലും പ്രതിസന്ധി വേളകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്താപവേളയിലും സന്തോഷവേളയിലും ഉറ്റ സഖിയായി നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ മഹത്വം നാം മനസ്സിലാക്കുകയാണ്. ആ കർത്താവ് നമുക്ക് നല്ല സഖിയായിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ നാളുകളിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ചും വൈറസിൻ്റെ ബാധ മൂലം വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന അനേകർ, മരണത്തോട് മല്ലടിച്ച് കഴിയുന്നവർ, വളരെ ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവർക്കെല്ലാം നമ്മുടെ കർത്താവ് നല്ല സഖിയായി കൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. നമുക്കറിയാം ബൈബിളിൽ എൻ്റെ കൂട്ടുകാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഒരു നല്ല ഉപമ കർത്താവ് പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള യാത്രയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അവൻ അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുകയാണ്. ജീവശ്വാസം നിലച്ചു പോകുന്ന സന്ദർഭത്തിൽ അവൻ ആ വഴിയിൽ കിടക്കുമ്പോൾ അവനെ സഹായിപ്പാൻ കഴിയുമെന്ന് വിചാരിച്ചവർ അവനെ വിട്ട് കടന്നുപോയി. ഒരു ലേവ്യൻ കടന്നുപോയി, ഒരു പുരോഹിതൻ കടന്നുപോയി. അവരാരും അവനെ സഹായിച്ചില്ല. എന്നാൽ ഒരു ശമര്യക്കാരൻ ആ വഴി വന്നു. അവൻ തൻ്റെ വാഹനത്തിൽ നിന്നിറങ്ങി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഒരു കഴുതയോ ഒരു കുതിരയോ അല്ലെങ്കിൽ ഒരു മൃഗമായിരിക്കാം അന്നത്തെ വാഹനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് താഴെ ഇറങ്ങി ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് അവനോട് ദയ കാണിച്ച് അവൻ്റെ മുറിവുകളെ കെട്ടി അവൻ്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്ന് അവന് ദാഹജലം കൊടുത്ത് അവനെ തോളിലേറ്റി ആ വഴിയമ്പലത്തിലാക്കി അവന് വേണ്ടുന്നതെല്ലാം നൽകി അവന് 2 വെള്ളിക്കാശും നൽകി. അതിൽ അധികമായി എന്തെങ്കിലും ചെലവിട്ടാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് വാഗ്ദാനവും ചെയ്ത് ആ നല്ല ശമരിക്കാരൻ കടന്നുപോയി. പ്രിയരെ, അതാണ് കൂട്ടുകാരൻ. ആപത്തിൽ ഉപേക്ഷിക്കാത്ത, ഏത് പ്രതിസന്ധി വേളയിലും കൂടെ നിൽക്കുന്ന, കൂടെ ഇരിക്കുന്ന, സഹായിക്കുന്ന ഒരു നല്ല സ്നേഹിതൻ. എത്ര നല്ല സ്നേഹിതൻ ശ്രീ യേശു മഹാരാജൻ. നമ്മെ ഈ വിധം സ്നേഹിച്ച ഈ നല്ല സ്നേഹിതനെ നമുക്ക് രുചിച്ചറിയാം. ഈ ഗാനം ഷാജു ചണ്ണപ്പേട്ട നമുക്കായി ആലപിക്കുന്നു.
സ്നേഹിതൻ ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയമവനേകൻ. എത്ര നല്ല സ്നേഹിതൻ ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയമവനേകൻ. ആരുമില്ലിതുപോലൊരുത്തമ സ്നേഹിതനീയുലകിൽ അവൻ പ്രിയമരികിലണഞ്ഞറികിൽ. ആരുമില്ലിതുപോലൊരുത്തമ സ്നേഹിതനീയുലകിൽ അവൻ പ്രിയമരികിലണഞ്ഞറികിൽ. എത്ര നല്ല സ്നേഹിതൻ ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയമവനേകൻ. ദൈവകോപത്തിലായി നാം അനിശവുമുഴലായി വാൻ കുരിശിൽ മനസ്സോടു ബലിയായി താൻ. ദൈവകോപത്തിലായി നാം അനിശവുമുഴലായി വാൻ കുരിശിൽ മനസ്സോടു ബലിയായി താൻ. ജീവനെയും തന്നിടുവാൻ ആരു തുനിഞ്ഞിടും, ഇതേ വിധമാരു കനിഞ്ഞിടും. ജീവനെയും തന്നിടുവാൻ ആരു തുനിഞ്ഞിടും, ഇതേ വിധമാരു കനിഞ്ഞിടും. എത്ര നല്ല സ്നേഹിതൻ ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയം അവനേകൻ. സങ്കടങ്ങൾ തിങ്ങിടുമ്പോൾ സംഗീതം പാടാം, അവങ്കൽ സംഗീതം തേടാം. സങ്കടങ്ങൾ തിങ്ങിടുമ്പോൾ സംഗീതം പാടാം, അവങ്കൽ സംഗീതം തേടാം. ഭീതിയരുതെന്നോതിയരുകിൽ മരുവുന്നവനെന്നും നമുക്കായി കരുതുന്നവനെന്നും. ഭീതിയരുതെന്നോതിയരികിൽ മരുവുന്നവനെന്നും നമുക്കായി കരുതുന്നവനെന്നും. എത്ര നല്ല സ്നേഹിതൻ ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയം അവനേകൻ.
ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയമവനേകൻ. എത്ര നല്ല സ്നേഹിതൻ ശ്രീയേശു മഹാരാജൻ നമുക്കുള്ളാശ്രയം അവനേകൻ. അതേ, നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠനായ നല്ല സ്നേഹിതനാണ്, നല്ല സഖിയാണ്. ഈ നല്ല സഖിയെ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ നിലയിലും സന്തോഷിക്കുവാൻ കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്നും നമ്മൾ അതേ ആശയമുള്ള മറ്റൊരു ഗാനം കേൾക്കുവാൻ പോവുകയാണ്. ഇത്ര നല്ല രക്ഷക യേശുവേ. ഒരു നല്ല രക്ഷിതാവ് കർത്താവായ യേശുവിനെ ഒരു നല്ല സ്നേഹിതനായി കാണുമ്പോൾ തന്നെ നമ്മുടെ കർത്താവ് നല്ല രക്ഷകനാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര നല്ല രക്ഷകനാണ് നമ്മുടെ കർത്താവ്. ഇതുപോലെ ഒരു രക്ഷകൻ ലോകത്തിൽ മറ്റാരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. കർത്താവായ യേശുവിനെ സംബന്ധിച്ച് ഇത്ര നല്ല രക്ഷക എന്ന് പറയുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമാണ് പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്ന വ്യക്തി. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. പാപനിമിത്തം നാം തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിലേക്ക് കടന്നുപോയ മനുഷ്യൻ, പാപം നിമിത്തം ദൈവത്തിൽ അകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യന് ഒരു രക്ഷിതാവ് ആവശ്യമാണ്, ഒരു രക്ഷകൻ ആവശ്യമാണ്. ഈ ലോകത്തിൽ മറ്റാരും നമ്മെ രക്ഷിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ, നമ്മെ രക്ഷിക്കുവാൻ ഇല്ലാതിരിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്നൊരു രക്ഷകൻ നമുക്ക് വേണ്ടി തൻ്റെ കരങ്ങൾ നീട്ടി ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് നമ്മോട് പറയുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ നിലയില്ലാ കയത്തിൽ താണുപോകുന്ന, മുങ്ങിച്ചാകുവാൻ പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരുപക്ഷെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് തൻ്റെ അടുത്തേക്ക് നീണ്ടുവരുന്ന കരങ്ങളെയാണ്. ഒരുപക്ഷെ ഒരു കയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രക്ഷിക്കുന്നതായ വസ്തുക്കളോ എറിഞ്ഞു കൊടുക്കുവാൻ കരയിൽ നിൽക്കുന്നവർക്ക് കഴിഞ്ഞേക്കാം. ഒരുപക്ഷെ കരയിൽ നിൽക്കുന്നവരും ആ മനുഷ്യനോട് കൈയും കാലും ഇട്ടടിക്കുക, നീന്തുക എന്നൊക്കെ പറയുവാൻ കഴിഞ്ഞേക്കാം. ഉപദേശങ്ങൾ പലതും കൊടുക്കുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ആ ഉപദേശങ്ങളൊന്നും അവന് ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. അവൻ്റെ കൈകാലുകൾ കുഴഞ്ഞ് അവൻ ആ വെള്ളത്തിലേക്ക്, ആഴമുള്ള ആ വെള്ളത്തിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജീവൻ അവിടെ അവസാനിക്കുവാൻ പോവുകയാണ്. എന്നാൽ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ മനുഷ്യന് കരങ്ങൾ കൊടുത്ത് ആ മനുഷ്യനെ ആ നിലയില്ലാ കയത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ആരാണ് എന്നെ രക്ഷിച്ചത് എന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാമും പാപക്കയത്തിൽ മുങ്ങിത്താണു പൊയ്ക്കൊണ്ടിരുന്നവരായിരുന്നു, നിത്യമായ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നവരായിരുന്നു. എന്നാൽ നമ്മെ ഉയരത്തിൽ നിന്നുള്ള കരങ്ങൾ നീട്ടി ആ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിച്ച നല്ല രക്ഷകൻ, ഇത്ര നല്ല രക്ഷക യേശുവേ. ഈ യേശുവിനെ, ഈ നല്ല രക്ഷിതാവിനെ നമുക്ക് എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ കഴിയും? ഈ നല്ല രക്ഷിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ദൈവജനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതേസമയം ഈ രക്ഷിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തവർ ഈ നല്ല രക്ഷിതാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, അല്ലയോ കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ നല്ല സ്നേഹിതനാണ്, അവിടുന്ന് എൻ്റെ നല്ല രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവനാണ്, സ്വന്തം ജീവൻ വെടിഞ്ഞ് എന്നെ സ്നേഹിച്ച നല്ല രക്ഷകനാണ്. ഈ നല്ല രക്ഷകനെ നമുക്ക് രുചിച്ചറിയാം. ഈ നല്ല രക്ഷകനെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആൻസി തേമ്പക്കാട്, ഇത്ര നല്ല രക്ഷക യേശുവേ എന്ന മനോഹര ഗാനം ഇപ്പോൾ നിങ്ങൾക്കായി ആലപിക്കുന്നു.
നമ്മെ ഈ വിധം സ്നേഹിച്ച ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുക. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയെന്നുള്ള ആഹ്വാനത്തോടു കൂടെയാണ് ഈ ഗാനം സമാപിക്കുന്നത്. ഈ ഗാനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും, ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മറ്റൊരു ഗാനം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ആസ്പദമാക്കി ആ ക്രൂശിങ്കിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്ന ഒരു ആഹ്വാന ഗാനമാണ്. കാൽവറി കുരിശിന്മേൽ കൈകാലുകൾ വിരിച്ച് ആ കാരുണ്യനാഥൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുന്ന ആ രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തുകയാണെങ്കിൽ, നമ്മുടെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് ഉയർത്തുകയാണെങ്കിൽ, ഇന്നേക്ക് ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗോൽഗൊഥ മലയിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് ആ ദൈവസ്നേഹം വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ യാഗമായി തീരുമ്പോൾ, ക്രൂശിൽ അതിവേദനയിൽ പ്രാണവേദനയിൽ പിടയുമ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വെടിയുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, മാനവജാതിയോടുള്ള ദൈവസ്നേഹം അവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. തന്നോടൊപ്പം ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന 2 കള്ളന്മാർ അവിടെ ഉണ്ട്. ആ കള്ളന്മാർ ക്രൂശിക്കപ്പെടുവാൻ തക്കതായ കാരണമുണ്ട്. അവർ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന കുറ്റങ്ങൾ സമ്മതിക്കുകയും ആ നിലയിൽ അവർക്ക് ആ കുറ്റത്തിൻ്റെ തക്ക ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത് എന്നവർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു കള്ളൻ, അവൻ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഈ വാക്കുകൾ ആ കള്ളൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വരുവാൻ കാരണമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഇപ്രകാരം മൊഴിയുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയും, തന്നെ അപമാനിച്ചവർക്ക് വേണ്ടിയും, തന്നെ പരിഹസിച്ചവർക്ക് വേണ്ടിയും, തന്നെ തുപ്പുകയും തല്ലുകയും ചെയ്തവർക്ക് വേണ്ടിയും കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പാപികൾക്ക് വേണ്ടി പരമയാഗമായി തീരുന്ന കർത്താവ് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് അപേക്ഷിക്കുകയാണ്. ആ കർത്താവിൻ്റെ ക്രൂശിലെ സ്നേഹം വ്യക്തമായി അനുഭവിച്ചറിഞ്ഞവർ, ഈ സ്നേഹത്തെ കാണുവാൻ നിങ്ങൾക്ക് കണ്ണുകളില്ലേ? ഈ സ്നേഹത്തിൻ്റെ മാധുര്യം രുചിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഈ സ്നേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കാതുകളില്ലേ? കാതുകൾ ഉള്ളവർ ഈ ദൈവശബ്ദം കേൾക്കുക. കണ്ണുകൾ ഉള്ളവർ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ കാൽവറിയിലെ ക്രൂശിൽ കാണുക. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കാൽവറിയിലെ ക്രൂശിൽ ദൈവസ്നേഹം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും സ്നേഹിച്ച ഈ മഹാസ്നേഹം
ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കാൽവരി ക്രൂശിന്മേൽ കൈകാലുകൾ വിരിച്ച കാരുണ്യനാഥനെ എന്നുള്ള ഈ മനോഹര ഗാനം ഷാജു ചണ്ണപ്പേട്ട നമുക്കായി ആലപിക്കും. കുരിശതിന്മേൽ കൈകാൽ വിരിച്ച നാഥൻ, കാൽവരി കുരിശതിന്മേൽ കൈകാൽ വിരിച്ച നാഥൻ, കാരുണ്യമോടെ വിളിച്ചിടുന്നു, വരൂ വരൂ വരൂ. യാഗമായി നിന്റെ പേർക്കായി ദേവാധിദേവസുതൻ, യാഗമായി നിന്റെ പേർക്കായി ദേവാധിദേവസുതൻ. അന്ധമായോ നിൻ കാത് ബധിരമായോ, നിൻ മിഴി അന്ധമായോ, നിൻ കാത് ബധിരമായോ, നിൻ മനം പൂർണ്ണമായി കഠിനമായോ, ഇതാ 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 തേടുന്നു സ്നേഹമായി നിന്നെ, തഞ്ചാരെ വന്നിടുമോ, തേടുന്നു സ്നേഹമായി നിന്നെ, തഞ്ചാരെ വന്നിടുമോ. ആ
നിമിഷമിതേ ഈ ക്ഷണം തള്ളരുതേ രക്ഷയിൻ നിമിഷമിതേ ഈ ക്ഷണം തള്ളരുതേ അക്ഷയ ജീവൻ അനവധിയായി തരും 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 ദൈവത്തിൻ പൈതലായി നീ തീർന്നിടുമോ സഹജ ദൈവത്തിൻ പൈതലായി നീ തീർന്നിടുമോ സഹജേ ദൈവ സ്നേഹത്തിൻ്റെ അതിമനോഹരമായ ഈ ക്ഷണം നിരസിക്കാതെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരുവാനുള്ള ആഹ്വാനത്തോടു കൂടെയാണ് ഈ ഗാനം സമാപിക്കുന്നത്. ആ ദൈവസ്നേഹം കാൽവറിലെ ക്രൂശിൽ ദർശിക്കുന്നവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരും. അവർ രക്ഷിക്കപ്പെടും. അവർ ദൈവമക്കളായിത്തീരും. തിരുവെഴുത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായ അധികാരമാണ് പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൻ്റെ പരിണിതഫലമായി നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ സന്തതികളായ നമുക്ക് ദൈവമക്കളായി തീരുവാനുള്ള അധികാരം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുകയാണ്. യേശു കർത്താവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുന്നവർക്ക് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചതെന്ന് വിശ്വസിച്ച് യേശു കർത്താവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇതിൽ പരം എന്തു വേണം? ദൈവത്തിൻ്റെ മക്കൾ, സാത്താന്യ സന്തതികളായിരുന്ന നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. ഉറപ്പ്. ഈ ലോകം വിട്ടാൽ ദൈവത്തോടുകൂടെ നിത്യമായ വാസം. ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ, ദൈവമക്കൾക്കുള്ള പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഗാനം സഹോദരൻ നീട്ടിക്കൽ കുഞ്ഞുമോൻ നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നു. വളരെ പഴയ ഒരു ഗാനമാണ്. കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. വളരെ പ്രസിദ്ധമായൊരു ഗാനം. അനേകർ പാടി ആശ്വസിച്ചിട്ടുള്ള, സമാധാനിച്ചിട്ടുള്ള, സന്തോഷിച്ചിട്ടുള്ള അതിമനോഹരമായൊരു ഗാനം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. പ്രിയരെ, നമുക്ക് ആശ്രയിപ്പാൻ ഒരു പാറയുണ്ട്. പാറയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. പാറ സുസ്ഥിരമായ പാറയാണ്. ആ പാറ ഇളക്കമില്ലാത്ത പാറയാണ്. ആ പാറയിൽ നമുക്ക് നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ കഴിഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വേറെയില്ലല്ലോ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന് നമ്മെ കരകയറ്റി നമ്മെ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നു. ഇന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നു, ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ കഴിയുന്നു. എന്തുകൊണ്ട്? നമ്മുടെ കാലുകൾ ഇളകുന്നതായ അവസ്ഥയിൽ ആയിരുന്നപ്പോൾ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും താണുപോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കാലുകളെ ഉറപ്പിച്ച, നമ്മുടെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കിയ, നമ്മെ നിരപ്പുള്ള പാതയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, നേരായ പാതയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, വിശുദ്ധമായ പാതയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല രക്ഷിതാവിൻ്റെ ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കൾ, കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. പ്രിയരേ, ആ പാറ പിളർക്കപ്പെട്ട പാറയാണ്.
ആ പാറ യുഗങ്ങളുടെ പാറയാണ്, അത് ശാശ്വത പാറയാണ്, അത് ദൈവസഭയുടെ മൂലക്കല്ലായി തീർന്ന പാറയാണ്. ആ പാറ മറ്റൊന്നുമല്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെള്ളമില്ലാതെ വലഞ്ഞപ്പോൾ ആ മോശയോട് ദൈവം പറയുന്നു, ഞാൻ ഹോരേബിൽ പാറയുടെ മുകളിൽ നിൽക്കും, നീ പാറയെ അടിക്കണം. മോശ പാറയെ അടിച്ചു. പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. തീക്കൽ പാറയെ ജലതടാകമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ മരുഭൂമിയിൽ കൂടി ജലനദിയായി ഒഴുകിയ ആ നദിയിൽ നിന്ന് കുടിച്ചു തൃപ്തി പ്രാപിച്ച ഇസ്രായേൽ ജനം. ആ പാറയെ സംബന്ധിച്ച് നാം കൊരിന്ത് ലേഖനത്തിൽ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നു, നമ്മെ അനുഗമിച്ച ആത്മീയ പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി ജീവജലനദിയായി രൂപാന്തരപ്പെട്ട ആ പാറയിൽ നിന്ന് കുടിച്ച് തൃപ്തരായി തീർന്ന ദൈവജനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശമര്യക്കാരി സ്ത്രീയെ, അവൾക്ക് ദാഹം ജലത്തിനു വേണ്ടി ശബരിയിൽ സുഖാർ എന്ന പട്ടണത്തിൽ കിണറിനരികെ കടന്നു വരുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് ആ ശബരിയക്കാരി സ്ത്രീയെ, പാപിനിയായ സ്ത്രീയെ, അശുദ്ധമായ മ്ലേച്ഛമായ ജീവിതം നയിച്ച സ്ത്രീയെ തേടി യേശു കർത്താവ് ശമരിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ലാതിരിക്കുമ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു ബാഹ്യമായ ഒരു യഹൂദൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന യഹൂദ കുലത്തിൽ ജനിച്ച കർത്താവ് ഇതാ ഈ ശമര്യക്കാരി സ്ത്രീയെ, ആ സ്ത്രീയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ദാഹജലം തരുമോ? നീ ഒരു യഹൂദനായിരിക്കെ ഞാൻ നിനക്ക് കുടിപ്പാൻ തരുന്നത് എങ്ങനെ? താഴ്ന്ന ജാതിയിൽപ്പെട്ട സമ്പർക്കമില്ലാത്ത ശമര്യക്കാരിയായി എന്നോട് നീ കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവന് കുടിപ്പാൻ കൊടുക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. ഓ ദൈവത്തിന് സ്തോത്രം. നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ജീവ ജലനദി, ആ നീരുറവ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് അടിക്കപ്പെട്ട പാറയാണ്. ആ പാറ പിളർക്കപ്പെട്ടു. ആ പാറയുടെ പിളർപ്പിൽ നമുക്ക് അഭയം തരുവാൻ പിളർന്നതാ പാറയെ നിന്നിൽ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ കുന്തത്താൽ പിളർക്കപ്പെട്ട മാർവിൽ, ആ മാർവിൽ ഒഴുകപ്പെട്ട രക്തം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ പിളർക്കപ്പെട്ട പാറയിൽ അഭയം തന്ന ദൈവസ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഗാനം കേൾക്കുമ്പോൾ എൻ്റെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ ആ പരിശുദ്ധ രക്തം, ആ പരിപാവനമായ രക്തം, ആ രക്തത്തിൽ കുളിച്ച് ശുദ്ധരായി തീർന്ന ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ ഇതുവരെയും ഈ യുഗങ്ങളുടെ പാറയായി പിളർക്കപ്പെട്ട പാറയിൽ അഭയം തേടിയിട്ടില്ലാത്തവർ ഈ യേശു കർത്താവിൽ അഭയം തേടി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ ഈ ഗാനം ആലപിക്കുന്നു. കാണുന്നു ഞാൻ യാഹിൽ, എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. ആശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ, എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ.
സുസ്ഥിരമാനസനവനുമെൻ യാഹിൽ ആശ്രയം വയ്ക്കുകയിൽ അനുദിനം നാഥൻ. സുസ്ഥിരമാനസനവനുമെൻ യാഹിൽ ആശ്രയം വയ്ക്കുകയിൽ അനുദിനം നാഥൻ. കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ, കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ. പാർത്ഥിവൻ അവൻ തിരുകരങ്ങളിലെന്നും, പാർത്ഥിവൻ അവൻ തിരുകരങ്ങളിലെന്നും. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. പർവ്വത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും, കുന്നുകളകലും വൻ പർവ്വത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും, നീങ്ങുകില്ല വേണ്ടയ എന്നിൽ നിന്നതുപോൽ, നീങ്ങുകില്ല വേണ്ടയ എന്നിൽ നിന്നതുപോൽ. നിലനിൽക്കും സമാധാന നിയമവും നിത്യം, നിലനിൽക്കും സമാധാന നിയമവും നിത്യം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. ചെയ്വതിൽ അവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ പ്രതിഫലമരുളുന്നിൽ അകൃത്യങ്ങൾ ഗണിച്ചും. ചെയ്വതിൽ അവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ പ്രതിഫലമരുളുന്നിൽ അകൃത്യങ്ങൾ ഗണിച്ചും. വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോൽ, വാനമി ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോൽ. പരന്തയ ഭക്തന്മേൽ വലിയതു തന്നെ, പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ മനോഹരമായ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനിടയായി എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഗാനം കൂടെ കഴിഞ്ഞതിന് ശേഷം ദൈവവചനത്തിൽ നിന്നും ഒരു സുവിശേഷ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, നിങ്ങളുടെ സ്നേഹിതർക്കും പരിചയക്കാർക്കും നിങ്ങളുടെ ബന്ധുമിത്രങ്ങൾക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുവാനായിട്ട് കഴിയും. അവരും ദൈവിക സന്ദേശം ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. അതിന് സംശയമില്ല. നാം കേൾക്കുന്ന, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. നമ്മുടെ ഒരു ശുശ്രൂഷ, കർത്താവിൻ്റെ വേലയിൽ ഒരു പങ്കാളിത്തം നമുക്കും ലഭിക്കുകയാണ്. തുടർന്ന് നാം കേൾക്കുവാൻ പോകുന്ന ഗാനം ഒരു മനോഹരമായ ഗാനം ഷാജു ചണ്ണപ്പേട്ടയാണ് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നത്. ജീവിത തോണി തുഴഞ്ഞ് തുഴഞ്ഞ് ഞാൻ തളർന്ന നേരം എനിക്ക് ആശ്വാസമായി വന്നവൻ യേശു.
ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒരു തോണി തുഴയുന്നത് പോലെ ഈ ലോകമഹാസമുദ്രത്തിൽ നാം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കൈകാലുകൾ തളർന്നു എന്ന് വരാം. നമ്മുടെ കൈകൾ കുഴഞ്ഞ് നമുക്കിനി തുഴഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥ സംജാതമാകുവാൻ സാധ്യതയുണ്ട്. കർത്താവ് തൻ്റെ ഏകീയ ശുശ്രൂഷാ വേളയിൽ ആ നിലയിലൊരു സംഭവം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി എന്നാണ് നാം വായിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി എങ്കിലും ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര രാത്രിയിലാണ്. ആ രാത്രി മുഴുവൻ അവർ ആ പടക് തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാത്രിയിലെ 4-ാം യാമമായപ്പോൾ കാറ്റ് പ്രതികൂലമായി, ഓളങ്ങളും തിരമാലകളും അവരുടെ പടകിനെ മുക്കിക്കളയുമെന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയുള്ള പ്രത്യേകമായ സാഹചര്യത്തിൽ അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ പ്രത്യേക സന്ദർഭം. പ്രിയരെ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് യാത്ര അയച്ചിട്ട് കടലിൽ, ഈ നടുക്കടലിലേക്ക് അവരെ പറഞ്ഞു വിട്ടിട്ട് കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്. പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് ആ രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. കടലിന്മേൽ നടന്നു വരുന്ന കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ അതൊരു പക്ഷേ ഭൂതമായിരിക്കുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ വാക്കുകൾ: അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് സംശയിക്കുന്നു? എന്തിന് ഭാരപ്പെടുന്നു? എന്തിന് ഭയപ്പെടുന്നു? ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ് ആശ്വാസത്തിൻ്റെ വാക്കുകൾ നൽകി അവരെ സ്വാന്തനിപ്പിക്കുകയാണ്. പത്രോസ് ഇപ്രകാരം പറയുന്നു: കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാനും വരട്ടെയോ? ഈ കടലിന്മേൽ നടന്ന് ഞാനും വരട്ടെയോ? അതെ, വരിക. അല്പസമയം മാത്രമേ പത്രോസിന് കടലിൽ നടക്കുവാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിപ്പോയി എന്നാണ്. എന്നാൽ അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ പത്രോസിൻ്റെ മേൽ നീളുകയാണ്. പത്രോസ് കർത്താവിനെ കരം കൊടുത്ത് രക്ഷിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഈ ജീവിതയാത്രയിൽ നാം ഒരുപക്ഷെ തോണി തുഴഞ്ഞ് നമ്മുടെ കരങ്ങൾ തളർന്നിട്ടുണ്ടായിരിക്കാം. ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? അടുത്ത നിമിഷം എങ്ങനെയായിരിക്കും? അടുത്ത ദിവസം എങ്ങനെയായിരിക്കും? ഭാവി എന്തായിരിക്കും എന്നുള്ള വിലയിൽ ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന അനേകർ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തോണി തുഴഞ്ഞ് നാം തളരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന, കടലിൽ മേൽ നടന്ന് നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ഉയരത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നു. ജീവിക്കുന്ന കർത്താവ്, ഈ നല്ല കർത്താവിൻ്റെ സ്നേഹം, ആ തലോടൽ നമ്മുടെ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. ഈ മനോഹരമായ ഗാനം ജീവിതത്തോണി തുഴഞ്ഞ് തളരുമ്പോൾ ആശ്വാസമായി വന്നവൻ യേശു എന്ന ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഷാജു ചണ്ണപ്പേട്ട നിങ്ങൾക്കായി ആലപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ്. എൻ്റെ ജീവിത അനുഭവം തന്നെയാണ് ഈ ഗാനങ്ങൾ മുഴുവൻ, ഈ ഗാനത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ മുഴുവൻ. പലപ്പോഴും എനിക്ക് ആശ്വാസകരമായിരിക്കുന്ന ഈ ഗാനം വീണ്ടും ഒരിക്കൽ കൂടെ ആലപിക്കുവാൻ കർത്താവ് ഇടയാക്കിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഗാനത്തിലേക്ക് കടക്കുന്നു. ജീവിതത്തോണി തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങിത്താണപ്പോൾ തീരം ചേർത്തവനേശു.
വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങിത്താണപ്പോൾ തീരം ചേർത്തവനേശു. വേദനയിൽ ഞാനമർന്നപ്പോൾ ആശ്വാസം തന്നവനേശു. വേദനയെല്ലാം ആനന്ദമായി എന്നിൽ തീർത്തവനേശു. വേദനയിൽ ഞാനമർന്നപ്പോൾ ആശ്വാസം തന്നവനേശു. വേദനയെല്ലാം ആനന്ദമായി എന്നിൽ തീർത്തവനേശു. എന്റെ ഘോര ദുരിതങ്ങളെല്ലാം നന്മയായി മാറ്റിയതേശു. എന്നുമെന്നും തൻ കൈകളിൽ എന്നെ കാത്തവനേശു. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങിത്താണപ്പോൾ തീരം ചേർത്തവനേശു. കുരിശു ചുമന്നു തളർന്നപ്പോൾ താങ്ങി നടത്തിയതേശു. മിത്രങ്ങൾ പോലും ത്യജിച്ചിടുമ്പോൾ അഭയം നൽകുന്നതേശു. കുരിശു ചുമന്നു തളർന്നപ്പോൾ താങ്ങി നടത്തിയതേശു. മിത്രങ്ങൾ പോലും ത്യജിച്ചിടുമ്പോൾ അഭയം നൽകുന്നതേശു. പാപച്ചേറ്റിൽ വീണലഞ്ഞപ്പോൾ മോചനമേകിയതേശു. ക്ലേശങ്ങളിൽ മുങ്ങിത്താഴുമെന്നെ കോരിയെടുത്തവനേശു. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങിത്താണപ്പോൾ തീരം ചേർത്തവനേശു. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങിത്താണപ്പോൾ തീരം ചേർത്തവനേശു. ഇത്രയും സമയം നാം ഗാനങ്ങൾ കേൾക്കുകയായിരുന്നു. ഇനി ഒരു ലഘു സന്ദേശം നാം ശ്രദ്ധിക്കുവാൻ പോവുകയാണ്.
യുവാങ്കേലിയോൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ 15ാമത്തെ എപ്പിസോഡായിട്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്യ എൻ്റെ സഹപ്രവർത്തകനായ കർത്തദാസ് റീട്ടിക്കൽ കുഞ്ഞുമോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പാടുവാനും പ്രസംഗിക്കുവാനും ഒരേപോലെ ദൈവം പ്രാപ്തി നൽകിയിട്ടുള്ള, കൃപ നൽകിയിട്ടുള്ളൊരു ദൈവഭൃത്യനാണ്. മനോഹരമായ ഗാനങ്ങൾ താൻ എഴുതുകയും അതിന് ഈണം കൊടുത്ത് പാടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്തൃവേലയിൽ ആയിരിക്കാനായിട്ട് ദൈവം കഴിഞ്ഞ നാളുകളിൽ അവസരം നൽകി. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പല ശുശ്രൂഷകളും വേണ്ടതുപോലെ നിർവഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഈ നിലയിൽ അനേകായിരങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കത്തക്ക നിലയിൽ ദൈവികമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ തൻ്റെ ദാസൻ്റെ ഹൃദയത്തിൽ ആലോചന നൽകി കർത്താവ് കൊടുത്ത ഈ നല്ല ആശയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പിന്നിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. ഗാനങ്ങളിൽ തന്നെ അതിന് നരേഷൻ പറഞ്ഞപ്പോൾ ലഘുവായിട്ടുള്ള സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ശുശ്രൂഷ നിശ്ചയമായും എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇനി ലഭിക്കുന്ന ഏതാനും മിനിറ്റുകൾ നേരമുള്ള ഈ സന്ദേശം ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളും സന്ദേശവുമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുകയാണ്. അതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല എന്ന് നാം വചനത്തിൽ വായിക്കണം. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾക്ക് ശേഷം അത് നിനക്ക് തിരികെ ലഭിക്കും എന്നാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ ജീവമന്നയെ സംബന്ധിച്ചാണ്. ഈ വചനം ഇന്ന് അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് മീഡിയയിലൂടെ ലോകം മുഴുവനും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ പരസ്യയോഗങ്ങളോ ഭവന സന്ദർശനങ്ങളോ ആളാമ്പ്രതിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളോ ഒന്നും ഈ നാളുകളിൽ സാധിക്കുന്നില്ല. അതിനൊക്കെ ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ളത് പോലെയാണ് ഇപ്പോഴത്തെ സാഹചര്യമെങ്കിൽ പോലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിന് ഏത് മുഖാന്തരങ്ങളെയും തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയും എന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും ഇപ്പോഴത്തെ ഈ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നമ്മുടെ രക്ഷയുടെ കാരണഭൂതനായ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിലും വലിയ ശുശ്രൂഷ വേറെ ഇല്ല എന്ന് മനസ്സിലാക്കി എൻ്റെ 18ാമത്തെ വയസ്സിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചതാണ്. ഇന്നയോളം ഏതാണ്ട് 40-ൽ അധികം വർഷമായി ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ അനുഗ്രഹീതമായ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എന്തോ ഒരു വലിയ ആവേശമാണ്, ഹൃദയത്തിൽ വലിയ സന്തോഷമാണ്. പ്രസംഗിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന മാനസികമായ പ്രയാസവും ബുദ്ധിമുട്ടും ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ സന്ദേശം 4 പേരോട് പങ്കുവെച്ച് കഴിയുമ്പോൾ ഇത് രക്ഷിക്കുന്ന സന്ദേശമാണ്, ഇത് ജീവൻ നൽകുന്ന സന്ദേശമാണ്, ഇത് പാപമോചനം നൽകുന്ന സന്ദേശമാണ്. ഈ സന്ദേശം വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. ഈ ലോകത്തിലെ അല്പകാല ജീവിതത്തിന് ശേഷം നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്നുള്ള ഈ സന്ദേശം അറിയിച്ചു കഴിയുമ്പോൾ ഒരു വലിയ ആത്മസംതൃപ്തി ഞങ്ങൾക്കൊക്കെ അനുഭവിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനം അറിയിക്കേണ്ടത്. ഇതിൽ ഭാഗഭാക്കാകുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിൻ്റെ സന്ദേശം അതാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. എന്താണ് ക്രൂശിൻ്റെ സന്ദേശത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഇരു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ യാഗമായി തീർന്നു. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇത് കേവലം ഒരു കെട്ടുകഥയല്ല, ഒരു ഐതിഹ്യമല്ല. ഇതൊരു കെട്ടുകഥയായിരുന്നെങ്കിൽ, ഇതൊരു ഐതിഹ്യമായിരുന്നെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ ഇതൊരു കെട്ടുകഥയല്ല, ചരിത്ര യാഥാർത്ഥ്യമാണ്. ലോകത്തിൻ്റെ മധ്യഭാഗമായ പലസ്തീൻ നാട്ടിൽ
അനേകായിരങ്ങൾക്ക് ഇന്നും സാക്ഷ്യം വഹിക്കത്തക്ക നിലയിൽ ആ ഗോൽഗൊഥ മല ഉയർന്നു നിൽക്കുകയാണ്. ആ ഗോൽഗൊഥ മലയ്ക്ക് സമീപം യേശു കർത്താവിനെ അടക്കിയ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. ആ സ്ഥലം സന്ദർശിക്കുകയും ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ചരിത്ര യാഥാർത്ഥ്യമായി മനസ്സിലാക്കിയിട്ടുള്ളവർ അനേകരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ക്രൂശിൻ്റെ വചനം അതൊരു പ്രസംഗ വിഷയമാണ്. അത് പ്രസംഗിക്കുവാൻ തുടങ്ങിയാൽ നിരന്തരമായി ആ വിഷയം പ്രസംഗിക്കുവാൻ കഴിയും. മണിക്കൂറുകളോളം ആ വിഷയം പ്രസംഗിക്കുവാൻ കഴിയും. ഈ ക്രൂശിൻ്റെ വചനത്തെ സംബന്ധിച്ച് തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെല്ലാം പറയുവാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ആ സന്ദേശം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രൂശിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ അത് രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തിയാണ്. അപ്പോൾ ഈ ക്രൂശിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവശക്തിയാണ്. എവിടെ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന, നിത്യമായ നാശത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ കഴിയുന്ന, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയാണ് ഈ ക്രിസ്തുവിൻ്റെ സന്ദേശം, ഈ ക്രൂശിൻ്റെ വചനം. നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. നമുക്കറിയാം, ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ ക്രൂശിൻ്റെ സന്ദേശം മുഖാന്തരം രക്ഷിക്കപ്പെടുവാനിടയായിട്ടുണ്ട്. നരഭോജികൾ പോലും നരസ്നേഹികളായി മാറിയിട്ടുണ്ട്. ആഫ്രിക്കൻ നരഭോജികളുടെ അടുക്കിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി ആദ്യം കടന്നു ചെന്ന മിഷണറിമാർ അവരുടെ ആഹാരമായി മാറുകയായിരുന്നു. എങ്കിലും പിന്നെയും ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൻ്റെ സന്ദേശം ആഫ്രിക്കൻ നരഭോജികളുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു. ആ നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിൻ്റെ സന്ദേശം. പ്രിയരെ, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ ആ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം. ആ ക്രൂശിൻ്റെ സന്ദേശത്തിന് രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട്. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ക്രൂശ് പ്രസംഗ വിഷയമാണ്. എന്താണ് ഈ ക്രൂശിൻ്റെ പ്രസംഗ വിഷയം? ക്രൂശ് പാപികളായ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിച്ച സന്ദേശമാണ് ക്രൂശിൻ്റെ സന്ദേശം. നമുക്കറിയാം, മനുഷ്യർ പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയിരിക്കുകയാണ്. പാപികൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ, അവർ ദൈവത്തിൽ നിന്ന് വളരെ വിദൂരതയിലാണ്. ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിന് അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? പാപം അതിന് തടസ്സമായി നിൽക്കുകയാണ്. പാപം എന്ന് പറയുമ്പോൾ ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിന് പാപികളുമായിട്ടോ പാപവുമായിട്ടോ ബന്ധമില്ല. ദൈവം പരിശുദ്ധനാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, എങ്കിലും പാപിയെ സ്നേഹിക്കുന്നു. ഈ പാപിയെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം, പാപത്തെ വെറുക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം ആദിയിൽ ഏദനിൽ മനുഷ്യന് നഷ്ടമായി പോയി. ദൈവവുമായിട്ട് സഹിത്വത്തിൽ കഴിയേണ്ട മനുഷ്യൻ, ആദിയിൽ ഏദനിൽ സൃഷ്ടിച്ചാക്കപ്പെട്ട മനുഷ്യൻ ആദം ഹവ്വാമാർ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു. അവർ പാപികളായി തീർന്നു. അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. ആ ദൈവം അവരെ തേടി ചെല്ലുമ്പോൾ, മനുഷ്യ നീ എവിടെ? ആദ്യമായി മനുഷ്യനെ ദൈവം വിളിക്കുകയാണ്, നീ എവിടെ? അവർ പറയുന്നു, ഞാൻ മറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഭയപ്പെട്ടൊളിച്ചിരിക്കുകയാണ്, ഞാൻ നഗ്നനാണ്. ദൈവത്തോട് സമീപിക്കൂ. ദൈവത്തോട് നിരപ്പില്ലാത്ത മനുഷ്യൻ, പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിൻ്റെ ശത്രുവായി തീർന്ന മനുഷ്യൻ, പാപികളായ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഇതാ ക്രൂശിൻ്റെ വചനം ആവശ്യമായി വന്നു. ക്രൂശിൻ്റെ സന്ദേശം ആവശ്യമായി വന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, ആ ക്രൂശിൻ്റെ സന്ദേശം പ്രസംഗ വിഷയമാണ്. അതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. ആ പ്രസംഗം 2000-ൽ പരം വർഷങ്ങളായി അതിന്നും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്രൂശിന് മുമ്പും പ്രസംഗമുണ്ട്, ക്രൂശിന് ശേഷവും പ്രസംഗമുണ്ട്. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അത് പാപികളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് വ്യക്തമായി പറയത്തക്ക നിലയിൽ അതിനു മുമ്പ് നിഴലുകളായി, യാഗങ്ങളായി ഈ ക്രൂശിൻ്റെ സന്ദേശം അറിയിക്കപ്പെട്ടുകൊണ്ടിരുന്നു. മനുഷ്യവർഗം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ പാപികളായ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുവാൻ മനുഷ്യർ യാഗങ്ങൾ അർപ്പിക്കേണ്ടിയിരുന്നു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം ചൊരിഞ്ഞ് മനുഷ്യൻ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നാം തിരുവെഴുത്തിൽ വായിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെ രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല.
പാപങ്ങളെ പരിഹരിക്കുവാൻ കഴിയാത്തതായ യാഗങ്ങൾക്ക് അവസാനം വരുത്തിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗവും അർപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തിരികെയാണ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായി കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കിടാക്കളുടെയോ പ്രാക്കളുടെയോ രക്തം ഇനി ചൊരിയേണ്ടതായ ആവശ്യമില്ല. നമുക്ക് വേണ്ടി കാൽവറിയിൽ ചൊരിയപ്പെട്ട പുണ്യാഹ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ക്രൂശ് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്ന ആ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇരുപക്ഷത്തെയും ഉണ്ടാക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ സമാധാനം ശത്രുത്വം ക്രൂശിൽ നീക്കി നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ഈ ക്രൂശിൻ്റെ സന്ദേശത്തിന് സാധ്യമായി. ക്രൂശ് പ്രസംഗ വിഷയമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ആശ്രയിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിക്കപ്പെടുന്നത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുന്നവർക്ക് ദൈവത്തോട് നിരപ്പും പാപക്ഷമയും ലഭിക്കുകയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ ആ നിലയിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞു. ഇന്നും ഈ സന്ദേശം കേൾക്കുന്ന അനേകർ ദൈവത്തിൽ നിന്ന് നിരപ്പ് പ്രാപിച്ചവരാണ്, പാപമോചനം പ്രാപിച്ചവരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രൂശ് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്ന ഒരു മീഡിയേറ്ററായി തീർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശില്ലാത്ത ക്രിസ്തുവല്ല, ക്രിസ്തുവില്ലാത്ത ക്രൂശുമല്ല. രണ്ടും നിരർത്ഥകമായിരിക്കുന്നത് പോലെ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിലൂടെ പാപമോചനം നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ആ നിരപ്പിൻ്റെ ഫലമായി നമുക്ക് സമാധാനം ലഭിച്ചിരിക്കുകയാണ്. അവൻ നമ്മുടെ സമാധാനം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. പാപികളായിരിക്കുന്ന മനുഷ്യവർഗം അവർ ദൈവത്തോട് നിരപ്പില്ലാതെ സമാധാനമില്ലാതെ ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നപ്പോൾ ദൈവത്തിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആന്തരിക സമാധാനം, ആ സമാധാനം ദൈവികമായ സമാധാനമാണ്. ആ സമാധാനം ശാശ്വതമായ സമാധാനമാണ്. ആ സമാധാനം ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, മദ്യപാനത്തിനോ മറ്റ് ലോകമോഹങ്ങൾക്കോ തരുവാൻ കഴിയാത്ത സമാധാനം യേശുക്രിസ്തു വിഭാവനം ചെയ്തിരിക്കുകയാണ്. പാപികളായ മനുഷ്യർ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ എത്രയെത്ര പേർ ഇന്ന് സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. സമാധാനം മനുഷ്യനിൽ നകന്നു പോയിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു? ദൈവവുമായി ബന്ധമില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മറ്റൊരു മധ്യസ്ഥനില്ല, മധ്യസ്ഥയില്ല. യേശുക്രിസ്തു മാത്രം ഒരേ ഒരു മധ്യസ്ഥൻ. പാപിക്കും പരിശുദ്ധനായ ദൈവത്തിനും മധ്യേ ഒരേ ഒരു മധ്യസ്ഥൻ, അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ ഗോൽഗൊഥാ മലയിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ മരിക്കുന്ന ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് പാപികളായ മനുഷ്യരെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുന്ന മധ്യസ്ഥനാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ നിരപ്പിക്കുകയാണ്. പാപികളെയും പരിശുദ്ധനായ ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുകയാണ്. ഇതാ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ക്രൂശ് പ്രസംഗ വിഷയം. എന്തുകൊണ്ട് ക്രൂശ് പ്രസംഗ വിഷയം? അത് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. അത് നമുക്ക് സമാധാനം നൽകി. മാത്രമല്ല, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആശയം ലഭിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അതൊരു പരാജയമായിരുന്നുവെന്ന് കരുതിയ മതമേധാവികൾ, യഹൂദ മതമേലാളന്മാർ, റോമൻ പടയാളികൾ, റോമൻ നേതൃത്വം, പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൊന്നു കുഴിച്ചു മൂടി കല്ലറയ്ക്കുള്ളിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വിജയാഘോഷം നടത്തിയവർ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരിമത്തിലുള്ള യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും
ദൈവത്തിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഭാരത കോകിലം എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഇപ്രകാരം മഹാത്മജി അന്തരിച്ചു കഴിഞ്ഞപ്പോൾ മഹാത്മജിയുടെ കല്ലറയ്ക്ക് സമീപം വന്നു നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അല്ലയോ മഹാത്മാവേ, അങ്ങ് ഭാരതത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ച മഹാത്യാഗിയാണ്. അങ്ങയുടെ ജീവൻ ഈ ഭാരതത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി ബലിയർപ്പിച്ച വ്യക്തിയാണ്. എന്നാൽ ലോകത്തിൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. ഒരു വെള്ളിയാഴ്ചയാണ് യേശുക്രിസ്തു മരിച്ചത്. എന്നാൽ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അങ്ങും ഒരു വെള്ളിയാഴ്ചയാണ് മരിച്ചത്. പക്ഷേ അല്ലയോ മഹാത്മാവേ, എന്തുകൊണ്ട് അങ്ങ് ഉയർത്തെഴുന്നേൽക്കുന്നില്ല? ഈ ലോകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങി അവസാനിച്ചപ്പോൾ എൻ്റെ രക്ഷകൻ മാത്രം ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ലായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ലായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ജയവീരനാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാണ്. യേശു കർത്താവിൻ്റെ മുമ്പിൽ ഇതാ മരണം പരാജയപ്പെട്ടിരിക്കുന്നു, പാതാളം പരാജയപ്പെട്ടിരിക്കുന്നു, പിശാച് തോറ്റു തുന്നം പാടിയിരിക്കുന്നു. യേശു കർത്താവ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ഏക മധ്യസ്ഥൻ, നമുക്ക് സമാധാനം നൽകിയ വ്യക്തി, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്നാൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമുക്ക് വിരോധമായിരുന്ന പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് നിത്യമായ മരണത്തിൽ നിന്ന്, 2-ാം മരണമായ തീപ്പൊയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന രക്ഷകൻ, ആ തീപ്പൊയ്യിൽ നിന്ന്, ആ നിത്യമരണത്തിൽ നമ്മെ വിടുവിച്ച് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. മുന്നോട്ട് പോകട്ടെ. പ്രസംഗിച്ചാലും തീരാത്ത വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, അഥവാ ക്രൂശിൽ മരിച്ച ക്രിസ്തു. ആ ക്രൂശിൽ മരിച്ച ക്രിസ്തു ഇന്ന് എത്രയോ ആയിരങ്ങൾക്ക് പ്രസംഗ വിഷയമാണ്. ഈ എളിയവരായ ഞങ്ങൾക്കും ഈ ക്രൂശിനെ പ്രസംഗിക്കുവാൻ, ക്രൂശിൻ്റെ യാഥാർത്ഥ്യം പ്രസംഗിക്കുവാൻ, അതിനെക്കുറിച്ച് പാടുവാൻ ദളിവരായി ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ഈ ക്രൂശ് എൻ്റെ പ്രശംസാ വിഷയമാണ്. ക്രൂശ് പ്രസംഗ വിഷയം മാത്രമല്ല, അതിൻ്റെ പ്രശംസാ വിഷയമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്തുകൊണ്ട് ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു? ക്രൂശിൽ പ്രശംസിക്കുവാൻ വളരെ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ക്രൂശിൽ പ്രശംസിക്കുവാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ദൈവത്തോട് നിരപ്പിച്ചതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ പ്രശംസിക്കുവാൻ, ആ ക്രൂശിൽ പ്രശംസിക്കുവാൻ കഴിയും. എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞതുകൊണ്ട് അതെൻ്റെ പ്രശംസാ വിഷയമാണ്. എന്നെ ദൈവത്തോട് നിരപ്പിച്ചതുകൊണ്ട് അതെൻ്റെ പ്രശംസാ വിഷയമാണ്. എൻ്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിച്ചത് കൊണ്ട് എൻ്റെ പ്രശംസാ വിഷയമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് എന്നെ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എൻ്റെ ശിക്ഷാവിധി നീക്കിയത് കൊണ്ട് അതെനിക്ക് പ്രശംസാ വിഷയമാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗ വിഷയം മാത്രമല്ല, അതെൻ്റെ പ്രശംസയാണ്. ഞാനിന്ന് പ്രശംസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. എന്തുകൊണ്ട്? എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ നീക്കി, പാപമോചനം നൽകി, ദൈവത്തിൻ്റെ പൈതലാക്കി എന്നെ തീർത്തു. പാപിയായി എന്നെ സ്നേഹിച്ച ആ ദൈവസ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടു. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആ ദൈവസ്നേഹം ദർശിച്ചവർ ആ ക്രിസ്തുവിൻ്റെ പാദത്തിൽ തങ്ങളുടെ മുട്ടുകളെ മടക്കുകയാണ്, അവരുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുകയാണ്, അവരുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണ്. അല്ലയോ കർത്താവേ, എൻ്റെ പാപങ്ങൾ കടിച്ചുവപ്പായ എൻ്റെ പാപങ്ങൾ, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത എൻ്റെ പാപങ്ങൾ, യാഗങ്ങൾക്കോ എൻ്റെ പുണ്യകർമ്മങ്ങൾക്കോ നേർച്ച കാഴ്ചകൾക്കോ പരിഹരിക്കുവാൻ കഴിയാത്ത എൻ്റെ പാപങ്ങൾ, ഈ പാപങ്ങളെ പരിഹരിക്കുവാൻ ആർക്ക് കഴിയും?
ബൈബിൾ ഉത്തരം പറയുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപിക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലാണ്. എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയതുകൊണ്ട്, എനിക്ക് പാപമോചനം ലഭിച്ചതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ക്രൂശ് പ്രസംഗ വിഷയം മാത്രമല്ല, ക്രൂശ് പ്രശംസാ വിഷയം മാത്രമല്ല, ഈ ക്രൂശ് എൻ്റെ പ്രത്യാശ വിഷയമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ക്രൂശ് എൻ്റെ പ്രശംസയാണ്, എൻ്റെ പ്രത്യാശയാണ്. യാതൊരു പ്രത്യാശയുമില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രത്യാശ നൽകിയത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. എന്താണ് എൻ്റെ പ്രത്യാശ? അല്പം മുമ്പ് ഗാനങ്ങൾ ശ്രദ്ധിച്ചവർക്കറിയാം. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രത്യാശ ഹൃദയത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രത്യാശ? ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവർ സകല മനുഷ്യരും അരിഷ്ടരാ. ഇന്ന് ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്ന ആളുകളാണ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സുഭിക്ഷമായി ജീവിക്കണം, എങ്ങനെ സന്തോഷമായി ജീവിക്കണം, എങ്ങനെ സമാധാനമായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അത് ചിന്തിക്കുന്നത് തെറ്റല്ല. പക്ഷേ മനുഷ്യൻ എന്തിനു വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ധനം സമ്പാദിക്കുവാൻ വേണ്ടി പരക്കം പായുന്നു, പ്രതാപത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി മനുഷ്യൻ കടിപിടി കൂട്ടുന്നു, മനുഷ്യൻ അതിനുവേണ്ടി നെട്ടോട്ടമോടുന്നു. പക്ഷേ മനുഷ്യൻ പരാജയപ്പെടുകയാണ്. ഒരു കുഞ്ഞൻ വൈറസിൻ്റെ മുമ്പിൽ മനുഷ്യൻ പരാജയപ്പെട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കേവലം ഒരു പിടി മണ്ണ് മാത്രമായ ഇതിൽ ജീവൻ നിൽപ്പൊരു സൂത്രം എന്നാണ് കവി പാടിയിരിക്കുന്നത്. നമ്മളിൽ ഈ ഒരു പിടി മണ്ണിൽ ദൈവം ജീവൻ നൽകി നമ്മെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ദൈവത്തിൻ്റെ കരവിരുതായി നമ്മെ സൃഷ്ടിച്ച് നമ്മിൽ ആത്മാവിനെ നിർമ്മിച്ച ദൈവം ഈ ലോകത്തിലെ അല്പകാലം മാത്രമുള്ള ജീവിതം, 70 ഏറെയായാൽ 80 അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. എന്നാൽ അത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവർ ഇവിടെ മണ്ണിൽ മറഞ്ഞ് അവസാനിക്കുമ്പോൾ അവരുടെ ആത്മാവ് ദൈവത്തെ കൂടാതെ നിത്യമായ നാശത്തിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ പാപമോചകനായി രക്ഷകനായി യേശു കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചവർ, ദൈവമക്കളായി തീർന്നവർ, അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി